ഇത് ഉർവശിക്ക് ബെസ്റ്റ് ആക്ട്രസ് കൊടുക്കണം, വിജയരാഘവന് കൊടുക്കാമെന്ന് പറയാമെന്നുള്ളതിൽ അത് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല എന്ന് വിചാരിച്ച് കിട്ടാത്തവരെ വിളിച്ചിട്ട് ഇതിനകത്ത് പ്രതികരിക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി കൊടുക്കാൻ പറയാൻ പറ്റുമോ? അല്ല, അതിനകത്ത് എൻ്റെ ഒരു കാഴ്ചപ്പാട് പണ്ടും ഈ ഒരു ജൂറിയെ വെച്ചു അത് അനൗൺസ് ചെയ്യുന്നത് വരെ നമുക്ക് പലതും പറയാം. അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിണ്ടരുത്, കാര്യമല്ല. പിന്നെ ആ ജൂറി അവർ തീരുമാനിച്ചില്ല, അത് ആ തീരുമാനമായിരിക്കത്തില്ല നമ്മുടെ തീരുമാനം ഒരിക്കലും. പക്ഷെ ജൂറി എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അതിനകത്ത് പിന്നീട് എന്തെങ്കിലും സംഭവിക്കൂ, ഇത് ഉർവശിക്ക് ബെസ്റ്റ് ആക്ട്രസ് കൊടുക്കണം, വിജയരാഘവന് കൊടുക്കാമെന്ന് പറയാമെന്നുള്ളതിൽ അത് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. അപ്പോൾ അടുത്ത കൊല്ലം ഇതിനേക്കാൾ ഗംഭീരമായിട്ട് നമുക്ക് ഇറക്കണം എന്ന് ചിന്തിക്കുന്നതായിരിക്കും അതിൻ്റെ ഒരു കറക്റ്റ് എന്നുള്ളതാണ് പണ്ട് മുതലേ. ഞാൻ പണ്ടൊരു തമാശയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ഈ പിന്നെ അവാർഡ് ജൂറി അംഗങ്ങളൊക്കെ പിണങ്ങിയൊക്കെ പുറത്ത് ഇറങ്ങിപ്പോകുന്ന ചരിത്രമൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ചർച്ചയിൽ നിന്ന് ജൂറി വാക്കൗട്ട് ചെയ്തെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അത് ഒന്ന് റെഡിയാക്കാൻ വേണ്ടി ഒരുപാട് പേര് ചെയ്തു, പരിശ്രമിച്ചു. അങ്ങനെയുള്ള ആൾക്കാരെ വിളിക്കാവൂ, ഐക്യകണ്ഠനയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആകെക്കൂടെ ഒരു കൊല്ലമുള്ള ഒരു തമാശയും ആളുകൾ കാണുന്നതും ഒക്കെ ഉള്ള ഈ വാക്കൗട്ടും കാര്യങ്ങളൊക്കെ അതില്ലാതാക്കരുത്. ഒരു 10 ദിവസം അതല്ലേ സംസാരം. അപ്പോൾ അത് ജൂറി ഈസ് അൾട്ടിമേറ്റ്. അതിനകത്ത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മാറ്റി കൊടുക്കാൻ പറയാൻ പറ്റുമോ? അത്രേ ഉള്ളൂ. നമ്മൾക്ക് നമ്മളുടെ അഭിപ്രായങ്ങളുണ്ട്. എല്ലാ ഇതും കേരളത്തിന് കിട്ടണമെന്ന് തന്നെയാണ് ഒരു മലയാളി എന്ന നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇത് വന്നതിന് ശേഷം നമ്മൾ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് അവരെല്ലാം ഫോണിൽ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വർഷങ്ങളായിട്ടുള്ള എൻ്റെ ശീലം. കാര്യം അതൊരു സന്തോഷമാണ് എന്ന് വിചാരിച്ച് കിട്ടാത്തവരെ വിളിച്ചിട്ട് ഇതിനകത്ത് പ്രതികരിക്കണം കേട്ടോ, പൊട്ടിത്തെറിക്കണമെന്ന് പറയുന്നത് ശരിയല്ല. അതെല്ലാം നിർത്തി വെച്ചിരിക്കുക പരിപാടിയൊക്കെ. മെനഞ്ഞാന്നൊന്ന് പറഞ്ഞത് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്.